വെൽക്കം ടു നിഷാസ് കിച്ചൺ. ഇന്ന് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ തയ്യാറാക്കാം. ഞാൻ ഇന്നിപ്പം ഒരു പഴംപൊരി ഉണ്ടാക്കാൻ പോണേ. അപ്പം ഞാൻ ഇച്ചിരി മൈദ എടുത്തു, ഉപ്പിട്ടു, ജീരകം ഇച്ചിരി പൊടിച്ചതിട്ടു, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു. അതിനുശേഷം ഇച്ചിരി പഞ്ചസാര ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. സ്വല്പം പഞ്ചസാര ഇട്ട് ചെറിയൊരു മധുരം എന്ന് പറഞ്ഞാൽ പഴത്തിന് മധുരമുണ്ട്, എന്നാലും ആ മാവ് ഒരു പെട്ടെന്നൊന്ന് ഇതാകാൻ വേണ്ടി, പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി, അതായത് ആ ഒരു ബ്രൗൺ കളറ് കിട്ടാൻ വേണ്ടി. അതിനുശേഷം ഞാൻ ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച്, കുറേശ്ശെ വെള്ളം ഒഴിച്ചാണ് കുഴയ്ക്കുന്നത്. ഒരു പരുവുണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ച് ഒത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പരുവും കിട്ടത്തില്ല, ഒത്തിരി ലൂസായി പോകും മാവ്. അത് ഞാൻ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെയല്ല, നമ്മൾ പ്രത്യേകം എള്ളോ അങ്ങനൊന്നും എൻ്റെ അടുത്തില്ലായിരുന്നു. ഞാൻ മോളുണ്ട്, അപ്പോൾ അവൾക്ക് ഞാൻ പെട്ടെന്നൊരു പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യേണ്ടപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് എള്ളൊന്നും ജീരകമാണ് ഞാൻ പൊടി ചേർത്തിട്ടുണ്ട് പ്രത്യേകം. അതിന് എക്സ്ട്രായിട്ട് വേറെ ഒന്നും ചേർത്തിട്ട്, പിന്നെ 2-4 പഴം ഉണ്ടായിരുന്നു, അതൊന്ന് റെഡിയാക്കാം നമുക്ക്. അപ്പം അതിൻ്റെ തോലെല്ലാം കളയണം. തോലെല്ലാം ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് രണ്ടായിട്ട്, ചിലർ നമ്മൾ വലിയ ഏത്തയ്ക്കൊക്കെ ആണെങ്കിൽ രണ്ടായിട്ട് മുറിച്ചിട്ട് അത് 4 പീസാക്കും. ഇതിപ്പം 2 പീസാക്കി നെടുകയും മുറിക്കുമായിരുന്നു. നെടുകയും മുറിച്ച് അതൊന്ന് റെഡിയാക്കട്ടെ. അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ ഞാൻ ഉപയോഗിച്ചത്. വെളിച്ചെണ്ണയ്ക്കകത്താകുമ്പോൾ നല്ലതാണ്, കുറച്ച് ടേസ്റ്റ് ഉണ്ട്. മറ്റേ ഓയിലാകുമ്പം ഇത്ര ഇതില്ലല്ലോ വെളിച്ചെണ്ണ. പിന്നെ ഇപ്പോഴത്തെ വിലയ്ക്ക് നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറ്റില്ല, എന്നാലും സ്വല്പം വെളിച്ചെണ്ണ ഇട്ട് അതൊന്ന് പൊരിച്ചെടുക്കട്ടെ. ഓക്കെ, അതൊന്ന് മൂത്ത് റെഡിയായി. ഞാൻ ആ മാവിനകത്തോട്ട് ഇതൊന്ന് ഇട്ട് ഓക്കെ. അപ്പോൾ ഏത്തയ്ക്ക റെഡിയായി. ഇച്ചിരി ബീഫ് വരണ ഇരിപ്പുണ്ടായിരുന്നു, അതുകൂടെ ഞാൻ ഇതൊരു സിമ്പിൾ വാഴപ്പഴം വറുത്ത റെസിപ്പിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.